മുമ്പായിട്ട് ഞാനൊരു പ്രാസംഗികനോ അല്ലെങ്കിൽ സ്റ്റേജിൽ പോയി പ്രസംഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സെഷനിൽ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളൊരു എന്താ പറയുക എക്സ്പീരിയൻസ് പറയുന്നത് എനിക്കില്ല. അതുകൊണ്ട് ആ രീതിയിൽ കണ്ടാൽ മതി എല്ലാവരും. ഞാനൊരു യാത്രികനാണ്, ഞാനൊരു യൂട്യൂബർ അല്ല, ഞാനൊരു വ്ളോഗർ അല്ല. യാത്രികനും വ്ളോഗറും യൂട്യൂബറായിട്ട് രാവും പകലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള മറുപടി എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ നാടാണിത്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ ജമാഅത്താണിത്. ഞാൻ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടൻ ആങ്ങള എന്ന് പറയുന്നത് അപ്പോൾ ആണ് ഇവിടെ ഏകദേശം എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ ഞാനും എന്താ പറയുക അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് നിങ്ങളെ ഇത്രയും ഒരു ഇൽമുൽ ആലിമായ കുട്ടികളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിന് എന്താ പറയുക സൗകര്യം ഒരുക്കിയത് എൻ്റെ ഒരു യാത്രയാണെന്ന് പറയാം. ആ ഒരു യാത്ര ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. അത് ഏറ്റവും വലിയ സന്തോഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം വെച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും ദിവസവും അതിന് എൻ്റെ ഒരു സോഷ്യൽ മീഡിയ വഴി ആ അപ്ഡേറ്റിൽ നിങ്ങൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തു എന്ന് ഉള്ളത് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് കാര്യമായ ചോദ്യത്തിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെഷനിലോട്ട് കടക്കാമെന്ന് വിചാരിക്കുന്നു. നാട്ടുകാരൻ എന്നതിൽ വളരെ അഭിമാനമുണ്ട്, ഒന്നാമത്തേത്. രണ്ടാമത്തെ വിഷയം, പിന്നെ യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ. അപ്പോൾ 66-ലേറെ രാജ്യങ്ങൾ നിങ്ങൾ സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ചോദിക്കുന്നത് നിങ്ങളുടെ പ്രേരക എന്താണ്? ഇങ്ങനെ ഒരു യാത്ര പോകാനുള്ള, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് തന്നെ യാത്ര പോകാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആ പ്രേരക എന്താണ്? യാത്ര പോകാൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സീറോ ഫില്ലറിൽ എന്നുള്ള ആയത്ത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതേപോലെ തന്നെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് യാത്ര പോകണം നിങ്ങളെന്ന്. അതേപോലെ തന്നെ നമ്മളെ സംസ്കൃത ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം വെക്കാൻ എന്താ പറയുക കുറേ നീളം പേര് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ പല രാജ്യങ്ങൾ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നിങ്ങളെ ഫോണിൽ സിമ്പിളായിട്ട് പറയുന്നതാണ്. ഫോണിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ഉണ്ടാവും. ആ രാജ്യത്തിൽ 5 ഭൂഖണ്ഡങ്ങളുണ്ട് നമുക്ക് മനുഷ്യന്മാർക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ 2 ഭൂഖണ്ഡം നമുക്ക് സാധാരണ അത്ര എളുപ്പത്തിൽ പോകാൻ പറ്റാത്ത സ്ഥലമാണ്. അതിലൊന്നും പോകാനേ പറ്റാത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത്തരം സ്ഥലത്തോട്ട് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ആർക്കും പോകാൻ പറ്റില്ല. ഫ്ലൈറ്റ് വഴി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചിലവുള്ളതാണ്. അപ്പോൾ ഒരുപാട് വർഷം ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുമ്പ് തന്നെ. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ ഇന്ത്യൻ ടൂറിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കർണാടകയിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തുകൂടാ എന്ന ആലോചന വന്നിട്ട് അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത പല സമയത്ത് നമുക്ക് എന്താ പറയുക ആൾക്കാർ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ ഈ ഒരു എന്താ പറയുക യങ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല, നമുക്ക് വണ്ടിയായിട്ട് തന്നെ പോവാം എന്നുള്ള രീതിയിലാണ് അതായത് ആദ്യം ഞാൻ ഏകദേശം ഒരു 25 രാജ്യത്തോളെങ്കിലും പോയി വരാമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇറങ്ങി. ഏകദേശം 20 രാജ്യം കഴിഞ്ഞപ്പോൾ എന്തായാലും 25 വന്നില്ല, ഒരു 50 ആക്കിയാളായിരുന്നു. അങ്ങനെ ഏകദേശം 50ഓളം രാജ്യങ്ങൾ കവർ ചെയ്ത സമയത്താണ് നമുക്ക് തോന്നിയത് 50ഓളം വന്നില്ല, ഇനി 75 ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചും കൂടി പോയി. പക്ഷേ എന്താ പറയുക എൻ്റെ ഏകദേശം സാമ്പത്തിക അവസ്ഥയായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യനില ആയിക്കോട്ടെ സമ്മതിച്ചില്ല. ഏകദേശം ഒരു വർഷം 10 മാസമാകുന്ന സമയത്ത് 67 രാജ്യങ്ങൾ കവർ ചെയ്ത് അതുപോലെ തന്നെ തിരിച്ചു വന്നു. ഇന്ത്യ അറിയപ്പെടുന്നത് കൾച്ചറലായിട്ട് ഏറ്റവും വളരെ ഡൈവേഴ്സ് ആയ ഒരു കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യ വിട്ട് ഒരുപാട് കൺട്രിയെ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കൾച്ചർ ഏതാണ്? കൾച്ചർ വിചിത്രമായി തോന്നാനൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ യൂറോപ്പ് കഴിഞ്ഞതിന് ശേഷം അത് വെസ്റ്റേൺ കൺട്രീസ് എന്നെല്ലാം പറയുന്നത് ഏകദേശം ഒരേ കൾച്ചറാണ്. എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നത് ഒരേ കൾച്ചറിനെ തന്നെയാണ്. ഒരേ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരേ മുഖച്ഛായ പോലും അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷയെങ്കിലും ഒന്ന് തന്നെയാണ്. നമ്മൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ എന്താ പറയുക റീസോഴ്സസ് ഉള്ള ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളും പിന്നെ ഏറ്റവും കൂടുതൽ കൾച്ചറുള്ള നമ്മൾ ഇന്ത്യ രാജ്യത്താണ്. ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയാണ്. ലോകം ഒരിക്കലും അമേരിക്കയെ ഉറ്റുനോക്കുന്നില്ല. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ചൈനയാണ് മുമ്പ്. പക്ഷെ ഇപ്പോൾ എല്ലാ രീതിയിലും കൺവീൻസ് ആയിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തും നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇന്ത്യയാണ്. ഇപ്പൊ നമ്മൾക്ക് ഇന്ത്യയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു വില നമുക്ക് അറിയുന്നില്ല. പക്ഷെ പുറത്തു പോയി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വന്ന് പറയുന്ന സമയത്ത് അവർക്ക് 100 നാവാണ് സംസാരിക്കുന്നത്. അതായത് നമ്മളെ സിനിമാ മേഖലയിലായിക്കോട്ടെ, അല്ലാതെ നമ്മുടെ ട്രേഡ് മേഖലയിലായിക്കോട്ടെ, നമ്മളെ ഏവിയേഷൻ ആയിക്കോട്ടെ, നമ്മളെ മിലിറ്ററി ആയിക്കോട്ടെ, ആർമി ആയിക്കോട്ടെ, നമ്മളെ ഭരണാധികാരി ആയിക്കോട്ടെ, അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ലോണം അറിയണം. അതാണ് ഇന്ത്യയെ പറ്റിയിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് എന്താ പറയുക കൗതുകം അല്ലെങ്കിൽ അഭിപ്രായം. ഒരുപാട് ഡെവലപ്മെന്റ്സ് ഇപ്പോൾ റീസെന്റ് നിങ്ങൾക്ക് കണ്ടു കാണും, ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് എവിടെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഏറെക്കുറെ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും ജീവിക്കുന്ന ജീവിതശൈലിയായാലും എല്ലാം ഏകദേശം ഒരേ രീതിയിലാണുള്ളത്. പക്ഷെ ഇന്ത്യയാണ് പല കാര്യത്തിലും സംസാരിക്കുന്ന ഭാഷയിലായിക്കോട്ടെ, നമ്മളെ കളറിലായിക്കോട്ടെ, നമ്മളെ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, നമ്മളെ IT മേഖലയിലായിക്കോട്ടെ, നമ്മളെ ഭൂപ്രകൃതി ആയിക്കോട്ടെ, ജിയോഗ്രാഫിക്കൽ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയാണ്. അതെ, കുറച്ച് ഡെവലപ്മെന്റ് കുറവ് തന്നെയാണ്. എന്നാലും നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചാൻസസ് ഇല്ല അല്ലെങ്കിൽ റീസോഴ്സസ് ഇല്ല നമ്മളെ ഇന്ത്യനെ തന്നെയാണ്. വേറെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ വല്ല പ്രതിസന്ധിയും പെർമിഷൻ കിട്ടാതെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ ഏകദേശം 5 വർഷത്തോളം ഈ ഒരു യാത്രയുടെ പിന്നാമ്പുറത്തിന്റെ പണി പറയുന്ന സമയത്ത് നമ്മൾ ഈ പുറത്തോട്ട് രാജ്യം പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന വിസയാണ്. നമ്മളെ വണ്ടിക്കും വിസ വേണം, വണ്ടിക്കും പാസ്പോർട്ട് വേണം, നമുക്കും വേണം. അപ്പോൾ അത് ഏകദേശം 5 വർഷം മുമ്പേ എൻ്റെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 5 വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷം ആണ് ഞാൻ 2 വർഷം യാത്ര ചെയ്തത്. അപ്പോൾ ഏകദേശം 7 വർഷത്തെ റിസൾട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 7 വർഷം തന്നെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ കാണുന്ന ആൾക്കാർ 1 വർഷം 10 മാസം അല്ലെങ്കിൽ 2 വർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7 വർഷമായി എൻ്റെ ഇതിൻ്റെ പിറകിൽ. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിനെ പറ്റിയുള്ള എല്ലാ റീസർച്ചും കാര്യങ്ങളും ചെയ്തു. പ്രതിസന്ധി എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യം ഓർത്തിട്ട് ഞാൻ മുമ്പേ അതിന് വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ ചെയ്തായിരുന്നു, ബന്ധം വരാത്ത രീതിയിൽ. അതുകൊണ്ട് എവിടെയും പിന്നെ പ്രശ്നത്തിൽ ചാടാതിരിക്കുന്നതുകൊണ്ട് എവിടെയും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മൾ മുസ്ലിമുകളായതുകൊണ്ട് കള്ളു കുടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കാനോ അതുപോലത്തെ യാതൊരു ദുശീലങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. മറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളു കുടിച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്മൂത്തായി. പിന്നെ നമുക്ക് മെയിനായിട്ട് സംസാരിക്കാൻ അറിയുന്നതുകൊണ്ട് എവിടെയും ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇനി അതൊരു ചോദ്യം. രാജ്യം പോയിട്ടുണ്ട്. 67 ചോദ്യങ്ങളെങ്കിലും ചോദിക്കണ്ടേ? പൊതുവെ ഇസ്ലാം കൽപ്പിക്കുന്നതും ഇസ്ലാം രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു നല്ലൊരു ആതിഥ്യ സൽക്കാരമുണ്ട്. ഇപ്പോൾ സന്തോഷ് ജോർജ് ആണെങ്കിലും പറയുന്നത് ഏറ്റവും നല്ല ആതിഥ്യ സൽക്കാരം കിട്ടിയത് കിർഗിസ്ഥാൻ പോലെയുള്ള ഇസ്ലാമിക് കൺട്രിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ആതിഥ്യ സൽക്കാരം നല്ലൊരു മൂവ്മെന്റ് ഏതാണ്? അത് ശരിക്കും നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അത് ഇസ്ലാം രാജ്യത്ത് മാത്രമേ അങ്ങനത്തെ കിട്ടുന്നുള്ളൂ. കാരണം വെസ്റ്റേൺ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ എവിടെയും നമുക്ക് അതിനുള്ള ഒരു സ്കോപ്പ് അവരാരും തരുന്നില്ല. മെയിൻലി അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വെസ്റ്റേൺ കൺട്രി ഇപ്പോൾ യൂറോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ UK ആണെങ്കിലും അമേരിക്ക ആണെന്നുണ്ടെങ്കിലും അവിടെ എന്താ പറയുക അവർക്ക് അവരുടെ മതം ഇല്ല. ആദ്യം അവിടുത്തെ ജനങ്ങളാണ് അവർക്ക് പ്രധാനം. മതം അവർ വളരെ ചുരുക്കാന്ന് അതിനെ അവർ ഫോളോ ചെയ്യുന്നത്. ഹൈയസ്റ്റ് ക്രിസ്ത്യൻസ് ആൾക്കാരാണെങ്കിലും മതത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. പക്ഷെ എൻ്റെ ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഇസ്ലാമിക് രാജ്യം എന്ന് പറഞ്ഞത് ഒന്ന് സ്വാഭാവികമായിട്ട് നമ്മളെ UAE ആണ്. UAE എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അവിടെ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. കാരണം നാട്ടിൽക്കാർ അവിടെ ഉണ്ടാകുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പരിചയമുള്ള അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ നമ്മളെ ദീനിലുൾപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്വീകരണം കിട്ടുന്നതും നമ്മളെ എന്താ പറയുക നല്ല രീതിയിൽ നോക്കുന്നതും അത് അവരുടെ കടമയാണ്. അത് അവർ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് അത്ഭുതമായി തോന്നിയത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. നമ്മളെ മീഡിയയിൽ പല സമയത്തും നമ്മൾക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ പോലത്തെ ഇന്ത്യക്കാരെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യാൻ റെഡിയാണ്. നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കും, നമുക്ക് ഭക്ഷണം മേടിച്ചു തരും. പക്ഷെ അവിടെ ഒരൊറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ അമേരിക്കൻ രാജ്യം നമ്മളെ ഇറാനിലൂടെ സാങ്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
ഉപരോധം, അത് ഒരു എന്താ പറയുക, അവിടുത്തെ കറൻസി അല്ലാണ്ട് നമുക്ക് അവിടെ വേറെ കറൻസി ഉപയോഗിക്കാൻ പറ്റൂല. അതേ രീതിയിൽ ഭാഷകളെ പ്രശ്നമുണ്ട്, വണ്ടികളെ പ്രശ്നമുണ്ട്. അതുപോലത്തെ ഒരുപാട് ഉപരോധങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവും. നമുക്ക് പണം ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മളെ കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഭാഷ സംസാരിക്കാൻ വളരെ കുറച്ച് ആൾക്കാർക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ അവരെ സ്വീകരണം അല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നോക്കുന്നത്, നമ്മളൊരു ഇന്ത്യക്കാരനെന്ന് അറിഞ്ഞ സമയത്ത് അവർ നമ്മളെ സ്വീകരിക്കുന്നത് അതൊരു അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ്. അവർ നമുക്ക് വേണ്ടി ഇപ്പം ഞാൻ പോയ ഇറാനിലുള്ള ഏകദേശം 5000-ഓളം കിലോമീറ്റർ ഞാൻ ഇറാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ പോലും ഒരു രൂപ പോലും നമുക്ക് ഡീസലിന് പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ വണ്ടിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ, ഇന്ത്യയിൽ നിന്ന് വണ്ടിയായി പോകുന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടിയോ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവരൊരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കില്ല. കാരണം അത്രയും നല്ലോണം അവർ നമ്മളെ നോക്കുന്നുണ്ട്. ഞാൻ പോയ പല ഷോപ്പ്, അതായത് പല കടകളിൽ നിന്ന് എന്നോട് പൈസ മേടിച്ചിട്ടില്ല. എനിക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണമോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കൂടി പോകണം, ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറാൻ എന്ന രാജ്യമായിരിക്കും. അതേപോലെ ഇറാൻ മാത്രമല്ല കേട്ടോ, അതേപോലെ തന്നെ നമ്മൾ ഇറാഖ് ആയിക്കോട്ടെ, അല്ലാതെ അഫ്ഗാനിസ്ഥാനും കിർഗിസ്ഥാനും എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് ആൾക്കാരെ സ്വീകരിക്കുന്നത്. പക്ഷെ എന്നാലും ഇറാൻ എന്ന് എടുത്തു പറയാനുള്ള കാര്യം ഇതാണ്. കാരണം ഇത്രയും ലോങ്, അതായത് മുകളിൽ നിന്ന് താഴെ വരെ, പിന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലി ഞാൻ പോയിട്ട് എവിടെയും ഒരു രൂപ പോലും എനിക്ക് ചെലവ് ആക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. അത് നിങ്ങൾക്ക് പോയാലേ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. പിന്നെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, യാത്ര ചെയ്യുന്നതിന് വലിയൊരു ലക്ഷ്യം ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ഇല്ലാതാക്കാനാണ്. ഇപ്പോൾ ഈ വെസ്റ്റേൺ മീഡിയയുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കുറിച്ചൊക്കെ പൊതുവെ എല്ലാവർക്കും ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, അവിടെ ഫുള്ള് ടെററിസമാണ്. പക്ഷേ ഈ ഹിച്ചിങ് നൊമാഡ് മാഹിൻ അവിടെ പോയി ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റീരിയോ ടൈപ്പിനെ ഇല്ലാതാക്കി റിയാലിറ്റിയെ ലോകത്തേക്ക് തന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ പൊതുവെ ഈ ലോകത്തെ എല്ലാവർക്കും ഉണ്ടാകുന്ന സ്റ്റീരിയോ ടൈപ്പിനെ എങ്ങനെ നിങ്ങൾ മറികടന്നു? അതുപോലെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ, പൊതുവെ എല്ലാവരും പറയല, യാത്രികർക്ക് പറയല, GCC കൺട്രിയിൽ നല്ല മനോഹരമായ രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ്. നാച്ചുറലി ആട്ടെ, പൊതുവെ ഇന്ത്യയുടെ പോലെ തന്നെയുള്ള രാജ്യമാണ്. അപ്പോൾ ഒമാനിൽ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം? ആദ്യം പറഞ്ഞ പോലെ ഈ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം മീഡിയ ക്രിയേഷനാണ്. അത് ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. നിങ്ങൾ ഇറാനിലുള്ള സംഭവിക്കുന്ന, ഇറാൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, അല്ലാതെ നിങ്ങൾ പറയുന്ന ഏത് രാജ്യം, ഈവൻ പാകിസ്ഥാനി ആയിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പാകിസ്ഥാനീസാണ്. അത് നിങ്ങൾ ഇപ്പം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് പറയുന്നല്ല, നിങ്ങൾ ഗൾഫിൽ ജീവിക്കുന്ന ഏതൊരു ഹിന്ദു മതമോ അല്ലാതെ ക്രിസ്ത്യാനി മതം വിശ്വസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലും അവർ പറയും ഏറ്റവും നല്ല ആൾക്കാർ പാകിസ്ഥാനികൾ എന്ന് പറയും. കാരണം അത്രയും നല്ലതാണ് അവരുടെ ഹോസ്പിറ്റാലിറ്റി. അതേ രീതിയിൽ ഈ സ്റ്റീരിയോ ടൈപ്പ് എല്ലാവരും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു എടുത്തു കാണിക്കുന്ന ഒരു സംഭവം വെച്ചാൽ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മീഡിയക്കാർ അതിനെ പറയത്തുള്ളൂ. അവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ദീനീപരമായ പറ്റി കാര്യം പറയുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും നല്ല പരിപാടി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മൾ ഇന്ത്യൻ മീഡിയ കാണിക്കൂല. അവിടെ വലിയ ഭൂകമ്പോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ടെററിസ്റ്റ് അറ്റാക്കോ അതുപോലത്തെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മീഡിയ അതിനെ പോപ്പപ്പ് ചെയ്ത് കാണിക്കത്തുള്ളൂ. അത് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നു, അതിനെ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ പോയ പല രാജ്യത്തും പല ആൾക്കാർ, ഇപ്പോൾ പറഞ്ഞ പോലെ ഇറാനിലായിക്കോട്ടെ, പല ആൾക്കാരും നമ്മളെ തൊട്ടടുത്ത് തന്നെ ഗണ്ണും പിടിച്ച് തൊട്ടടുത്ത് തന്നെ പിന്നെന്താ പറയുക ആയുധങ്ങൾ വെച്ച് നിൽക്കുക. അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കണം എന്നൊന്നല്ല, നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. നമ്മളെ മീഡിയയിൽ കാണിക്കുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരിക്കലും, നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്ത് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അത്രയും വലിയ നാഷണൽ ഇഷ്യൂസ് അല്ലാത്ത നോർമലായിട്ട് എന്ത് നല്ല കാര്യം നടന്നാലും മറ്റുള്ള രാജ്യത്ത് ഒരിക്കലും അത് പ്രസിദ്ധീകരിക്കില്ല, അതിന് വാല്യൂ ഇല്ല. അപ്പോൾ അവിടെ എന്താ ന്യൂസ് വാല്യൂ ഉള്ളത് അതിനെ മാത്രം നമ്മൾ ഇവിടെ കാണിക്കത്തുള്ളൂ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ പോലെ മറ്റ് പല ആൾക്കാരും യൂട്യൂബേഴ്സും പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ പ്രശ്നമാണ് അല്ലാന്നെങ്കിൽ അവിടെ നിങ്ങൾ പോകരുന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മളെ റിയൽ ലൈഫ് മനസ്സിലാക്കുന്നത് നമ്മളെ പോലത്തെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ പോയിട്ട് അവിടെ എന്താ കാണുന്നത്, ഇപ്പം ഇറാൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ എന്താ കാണുന്നത് അത് നേരിട്ട് കാണിക്കുന്നത് യൂട്യൂബേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഇത്തരം ന്യൂസ് ചാനലിൽ കാണുന്ന സംഭവത്തിനെ മനസ്സിലിരുത്തി എവിടെയും പോകാണ്ടിരിക്കരുത്. അതാണ് എൻ്റെ ഒരു മെസ്സേജ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒമാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നബിമാരൊക്കെ മറപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ണാണ് സലാല എന്ന് പറയുന്ന സ്ഥലം. സലാല എന്ന് പറയുന്ന ഒരു സീസണിൽ, അതായത് ഒരു ഖരീഫ് സീസൺ എന്നൊരു സീസണിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ഒരു ലോകം തന്നെ വേറെയാണ്. ഫുള്ള് മഴയും കാടുകളും മഞ്ഞുകളും ഉള്ള ഒരു സ്ഥലമാണ്.
പിന്നെ ഒമാന് ഞാനൊരു ഏകദേശം ഒരു 10-12 ദിവസം ഉണ്ടായിരുന്നു. ഒമാൻ ഒരുപാട് വലിയതായതുകൊണ്ട് 12-5 ദിവസവും ഞാൻ യാത്ര തന്നെയായിരുന്നു, പോകുന്നതും വരുന്നതായിട്ട്. ഞാൻ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് പോയായിരുന്നു. അവിടുന്ന് തിരിച്ച് മസ്കത്തിൽ വന്നു. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് ഒമാന്. ആൾക്കാരും അതേപോലെ തന്നെ എന്താ അത്രയും വലിയ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ പണമില്ല എന്നല്ല, നല്ലോണം പൈസയും നല്ലോണം ഇൻകമുള്ള രാജ്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ള GCC രാജ്യത്ത് നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. അവർ വലിയതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമൊന്നും അവിടെ ചെയ്യാറില്ല. അതായത് വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ നമ്മൾ ദുബായിലുള്ള പോലെ സ്കൈ സ്ക്രാപ്പേഴ്സൊന്നും അവിടെ നിർമ്മിക്കാറില്ല. അത് അവിടുത്തെ ഒരു പൈതൃകം അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുക ഹിസ്റ്ററിനെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്നാണ് അവിടുത്തെ ഭരണാധികാരി പറയുന്നത്. അപ്പോൾ നല്ല എന്താ പറയുക നല്ല മനുഷ്യന്മാരാണ് അവിടെയും. ഇപ്പോൾ അറബികൾ എല്ലാ സ്ഥലത്തും, ഇപ്പോൾ ഒമാനെന്ന് മാത്രമല്ല, ഈവൻ സൗദി അറേബ്യയിലായാലും ദുബായിലായാലും അവിടുത്തെ ലോക്കൽ അറബികൾ എല്ലാവരും നല്ല രീതിയിലേ പെരുമാറത്തുള്ളൂ. നല്ല സ്വഭാവമായിരിക്കും എല്ലാവരും. നമ്മൾക്ക് ഒരിക്കലും ഒരാളും എവിടെയും പേടിച്ച് നിൽക്കേണ്ട ആവശ്യം എവിടെയും വരില്ല. ഈവൻ പോലീസുകാരായാലും നല്ല എന്താ പറയുക നല്ല സ്വഭാവ രീതി, നല്ല പെരുമാറ്റം നമ്മളെ ഇന്ത്യക്കാരോട്. ഈ യാത്ര ചെയ്യുന്നവൻ്റെ കൽബ് എന്നുള്ളത് ഒരു ഓഷന് പോലെയാണ്, ഫുൾ ശാന്തമായി ഇളം കാറ്റടിക്കുന്ന ഒരു കൽബ് പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൽബിലേക്ക് കൊടുങ്കാറ്റടിക്കുന്ന അലകൾ സൃഷ്ടിക്കുന്ന ഒരു ആത്മീയമായ ബന്ധം എവിടെയെങ്കിലും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്യുന്നവൻ്റെ കൽബ് പറയുന്നത് ഒഴുകുന്ന വെള്ളം പോലെ എന്നൊക്കെ മറ്റേ നമ്മളെ സാഹിത്യത്തിൽ നമുക്ക് പറയാൻ കൊള്ളാം. പക്ഷേ ഈ ശരിക്കും അത് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഒഴുക്കും അലകളും അവിടെ കാണാൻ പറ്റൂല. നല്ലോണം ബുദ്ധിമുട്ടും നല്ലോണം പ്രതിസന്ധികളും നല്ലോണം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അത് പറയുന്ന എപ്പോൾ വെച്ചാൽ യാത്രയൊക്കെ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അതിനെ ഓർക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. നല്ല രസമായിരുന്നു അവിടെ. കാരണം മധുരമായ ഓർമ്മകൾ മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാകത്തുള്ളൂ യാത്ര പോയി വന്നതിന് ശേഷം. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന എല്ലാ എന്താ പറയുക മോശമായ അനുഭവങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ വിട്ടുവരും. കാരണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യം പോകുന്ന സമയത്ത് നമ്മൾ അത് ചിന്തിക്കത്തില്ല, നമ്മളത് വിട്ടുകളയും. പക്ഷേ മധുരമായ എല്ലാ ഓർമ്മകളും നമ്മളെ മനസ്സിലുണ്ടാവും. അതിനെ വന്നിട്ടാണ് നമ്മളെ പോലത്തെ യാത്രക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ സാഹിത്യം പറയുന്ന ആൾക്കാർ പറയും അത് ഒഴുകുന്ന വെള്ളം പോലെയാണ് എന്നൊക്കെ. സോ അതൊരു സുഖം തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ എൻകൗണ്ടർ ചെയ്ത ഒരു ആത്മീയമായ ബന്ധത്തെ കുറിച്ചാണ്. ആരെങ്കിലും അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ ബന്ധം എന്ന് പറയണോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഈവൻ നമ്മള് കാനഡയിൽ പോയ സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയ സമയത്തായിക്കോട്ടെ, അവിടത്തേക്കൊക്കെ ഒരു ഇന്ത്യൻ്റെ ഒരാൾ വണ്ടി ഓടിച്ച് വരുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഇതുവരെ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ പോയി ആരെങ്കിലും പറഞ്ഞ ഞാൻ ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നിനെന്ന് പറഞ്ഞ മിസ് നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്നെല്ലാം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നീ എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ. പക്ഷെ അവർക്ക് അത് എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പല ആൾക്കാർക്കും. അഥവാ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വീകരണം തന്നെ വേറെയാണ്. അവർ നമ്മളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളെ നോക്കുക. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. 1-2 ആൾക്കാർ പേര് പറഞ്ഞാൽ കൊള്ളില്ല. ഒരുപാട്. ഇപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ യാത്രക്കാരുടെ മതമില്ല, യാത്രക്കാരന് എന്താ പറയാ പാർട്ടിയില്ല, മതമില്ല, ഒന്നുമില്ല. ഞാൻ പോയ ഒരു 80% ആൾക്കാരും ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരല്ല, പുറത്തുള്ള ആൾക്കാരാണ്. നമ്മളെ സ്വീകരിച്ചതായിക്കോട്ടെ, നമ്മളെ വീട്ടിൽ പോയി നമുക്ക് ഭക്ഷണം തന്നായിക്കോട്ടെ, കയറ്റി കിടത്തി ഉറക്കിയവരായിക്കോട്ടെ, മറ്റുള്ള മതത്തിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ വെസ്റ്റേൺ കൺട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാം ഉള്ളത് വളരെ ചുരുക്കമാണ്. നമ്മൾ ആൾക്കാർ അത്ര പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ല. കൂടുതലും ക്രിസ്ത്യാനികളായിട്ട് കാണുക. അപ്പോൾ ഒരാളും ഈ ഒരു 67 രാജ്യത്ത് പോയിട്ട് നീ ഏതാ മതം, നിന്റെ മതം ഏതാണ് എന്ന് ഒരിക്കലും ആരും എൻ്റെ പേര് പോലും ചോദിക്കാത്ത പല ആൾക്കാരുണ്ട്. ഞാൻ പോയി കടന്നുറങ്ങിയ വീടുകൾക്ക് ഇപ്പോഴും ഞാൻ എല്ലാവരും ബന്ധം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. പക്ഷെ ഇപ്പോഴും എൻ്റെ പേരെന്താണെന്ന് അവർക്ക് പലപ്പോഴും അറിയാത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തതും ഓർമ്മയെല്ലാം ഒരുപാട് ആൾക്കാർ ജീവിതത്തിലുണ്ട്. നിങ്ങൾ യാത്ര പോയത് കർണാടക ടൂറിസമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? അപ്പോ കർണാടക ഭാഗത്തേക്ക് എത്തുമ്പോൾ കർണാടകയിൽ കിട്ടിയ സ്വീകരണം എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? കർണാടകയിൽ കിട്ടിയ സ്വീകരണം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏകദേശം 95% സ്ഥലത്തും ഒരുപാട് നന്നായി. ഇത് ഞാനൊന്ന് ഒരു സ്വീകരണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് പോയതല്ല. ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഇപ്പോൾ
ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരു 1000 പേരെ അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത്. അതിൽ 1000-ൽ ഏകദേശം 10-50 ആൾക്കാർ ഇവിടെ തന്നെ മുമ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്വീകരണം കിട്ടണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്നെ അറിയപ്പെടണമെന്നോ എന്നുള്ള ഉദ്ദേശത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾ നേട്ടം നേടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് പോയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു യാത്രികനും യൂട്യൂബർ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലോകം കാണുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ഫോർവേഡ് ചെയ്യണം, നമ്മളെ രാജ്യം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഉദ്ദേശമാണ് എൻ്റെ വണ്ടിയിൽ ചുറ്റുഭാഗത്ത് നിങ്ങൾ കാണുന്നത്. ഇന്ത്യൻ ടൂറിസമും കർണാടകൻ ടൂറിസമും ഞാൻ അതുകൊണ്ട് കർണാടക മാത്രമല്ല, ഏകദേശം കേരള ആയാലും നമ്മളെ ഇന്ത്യ മൊത്തത്തിൽ ആ ഒരു ടൂറിസം, എൻ്റെ ഉദ്ദേശം ടൂർ ആയതുകൊണ്ട് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുക, നമ്മളെ രാജ്യത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. സോ അതിനെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പോയിട്ടുള്ളത്. 67 രാജ്യങ്ങൾ സഞ്ചരിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു അനുഭവപ്പെട്ട പേടിപ്പെടുത്തുന്ന, ഈ 67 രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായ സ്ഥലം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കുണ്ടായ ബാഡ് ഫീലിങ്സ് ആളുകളുടെ ഭാഗത്ത് നിന്നോ വണ്ടി കേടായിട്ടോ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേടിപ്പെടുത്തുന്ന സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കൂല. എല്ലാ ആൾക്കാരും നമ്മളൊരു ഡ്രീമാണ് അമേരിക്ക എന്ന് പറയുന്നൊരു സ്ഥലം. അമേരിക്ക ആരെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് മടന്നൂർ അല്ലെങ്കിൽ കാവ് ഭാഗത്ത് ആരെങ്കിലും അമേരിക്കയിൽ സെറ്റിലായ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ എപ്പോഴും സ്വപ്നം കാണുന്നതായിരിക്കും എനിക്ക് അമേരിക്കയിലോട്ട് ഇന്ന് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക ജീവിതം അടിപൊളിയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആൾക്കാരുടെ മൈൻഡിൽ ഒരുപാടുണ്ട്, ഈവൻ UK ആയാലും. പക്ഷെ അമേരിക്കേൻ്റെയും UK-ൻ്റെ അത്ര വൃത്തിയുടെ സ്ഥലം വേറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ പറയുന്നല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വലിയ വലിയ സിറ്റിയിൽ പല സ്ഥലങ്ങളിൽ ആൾക്കാരെന്ന് പറയുന്നത് എന്താ പറയുക, ഒരിക്കലും നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആൾക്കാർ വെടിവെച്ച് കൊല്ലും, അത്രയും മോശപ്പെട്ട സ്ഥലങ്ങൾ അമേരിക്കയിലുണ്ട്. പക്ഷെ അതേപോലെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ അമേരിക്കൻ ഡ്രീം അല്ലെങ്കിൽ UK ഡ്രീം എന്ന് പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ആലോചിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ചിലവാകുന്നത് അമേരിക്ക ആൻഡ് UK അതിൽ ഓരോ സ്ഥലത്ത് ഞാൻ പോകുന്ന സമയത്ത് നമ്മൾ എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ റോഡ് സൈഡിൽ എല്ലാവരും പ്രത്യേകമായ ഒരു രൂപത്തിലാണ് ആൾക്കാർ നിൽക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ ഒരു സോംബി ഡ്രഗ്, നിങ്ങൾ സോംബി എന്ന് പറയുന്ന സിനിമയോ അല്ലെങ്കിൽ സോംബി എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുള്ള് ചോര കൊണ്ട് കുളിച്ചിരിക്കുന്ന ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ശരിക്കും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തുള്ളതാണ്. അവിടെ പോയി ആ ഒരു ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് അതുപോലത്തെ ഡ്രഗ്സ് ഒക്കെ ആൾക്കാർ കുത്തിവെച്ചിട്ട് ആ ഒരു രീതിയിലാണ് ആൾക്കാർ അവിടെ ജീവിക്കുന്നത്. ഒരു സ്ട്രീറ്റ് മൊത്തം ഒരു ആയിരക്കണക്കിന് ആൾക്കാർ മൊത്തം ഒരു എന്താ പറയുക സ്ട്രീറ്റിൽ അതുപോലത്തെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് നിൽക്കുന്നത്. അത് അവിടത്തേക്കൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ പ്രൊട്ടക്ഷനാണ്. എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഫുള്ള് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ആയിട്ടാണ് അത്തരം ഏരിയയിലൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ നമ്മളെ ലണ്ടൻ UK എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ താമസിക്കാറ്. അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും UK എന്ന് പറയുന്ന ഒരു സേഫസ്റ്റ് സ്ഥലമല്ല. കള്ളന്മാരെന്ന് പറയുന്നത് പട്ടാപ്പകലാണ്. നമ്മൾ വണ്ടിന്റെ മുകളിലോ വണ്ടിന്റെ പുറത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കിൾ വരെ പുറത്ത് പബ്ലിക്കിൽ വെച്ച് പോയി ഞാൻ അപ്പം തന്നെ അത് കട്ട് ചെയ്ത് അടിച്ചു മാറ്റുന്ന സ്ഥലമാണ് ഈ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഇവിടുന്ന് പറയാൻ ഭയങ്കര സുഖമാണ്, ലണ്ടനാണ്, അവന് UK താമസം. പക്ഷെ അവിടെ ഉള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭീകരം തന്നെയാണ്. ഈവൻ ജീവിക്കുന്ന ആൾക്കാരായാലും ഒരിക്കലും ഈ നമ്മളിപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ ഇപ്പൊ ദുബായ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഗൾഫ് രാജ്യത്തോട്ടൊക്കെ നമ്മൾ പോകുന്നത് നാട്ടിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാരണവശാലും ഈ അമേരിക്കയിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ UK താമസിക്കുന്ന ആൾക്കാർ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത് വളരെ ചുരുക്കമാണ്. അവിടെ ഒരു 1000 പൗണ്ട്സ് നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ 900 പൗണ്ട്സും അവിടെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക. മിക്ക ആൾക്കാരും നിങ്ങൾ പോയി അവിടെ താമസിക്കുന്ന സ്റ്റുഡൻസ് പല ആൾക്കാരുണ്ടാവും. ഇനിയും സ്റ്റുഡൻസ് ഒക്കെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അവർക്ക് വേണ്ടി പറയുക ഒരിക്കലും നിങ്ങൾ പോകണം, നിങ്ങൾക്ക് പോവാം, നിങ്ങളെ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാം, നല്ല ക്വാളിറ്റി ലൈഫ് കിട്ടും. പക്ഷെ അവിടെ പോയി പണം ഉണ്ടാക്കാം, അവിടെ പോയി രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ ഒന്നും നടക്കത്തില്ല. അതെല്ലാം നല്ല പണിയുള്ള പരിപാടിയാണ്. അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഇന്ത്യ തന്നെ. അത്തരം രാജ്യങ്ങളാണ് ഈ പറയുന്ന എന്താ പറയുക, ഈവൻ ഫ്രാൻസ് ആയാലും യൂറോപ്പ് ആയാലും ഏത് രാജ്യം നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാ സ്ഥലത്തും ബാഡും ഉണ്ട്, അതേ രീതിയിൽ ഗുഡും ഉണ്ട്. നമുക്ക് വേണ്ടി ചൂസ് ചെയ്യാം. പക്ഷെ അവിടുത്തെ ആക്ച്വൽ നമ്മൾ അവിടെ പോയ ആൾക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതേ പറയത്തുള്ളൂ, ഭയങ്കര പാടാന്ന് പറയുള്ളൂ. വണ്ടി ഒരുപാട് സ്ഥലത്ത് കേടായിട്ടുണ്ട്. എൻ്റെ എന്താ ഉദ്ദേശം നമ്മൾ ഇന്ത്യൻ മെഷീനറീസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി കുറ്റം എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ.
പക്ഷെ വണ്ടി കേടായ സ്ഥലമുണ്ട്, ബുദ്ധിമുട്ടായ സ്ഥലമുണ്ട്. എനിക്ക് വീഡിയോ ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ റീസെൻ്റ്ലി ഒരു സ്ഥലത്ത് മലേഷ്യയിൽ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് നമ്മൾ 2 ദിവസം നല്ലോണം ബുദ്ധിമുട്ടി. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം അതിന് ചെയ്യേണ്ട ചെറിയൊരു പുതിയ വണ്ടി ആയതുകൊണ്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കൂടി ഒരു ഓയിൽ ചേഞ്ച് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് കൂടെ തന്നെ എപ്പോഴെങ്കിലും വണ്ടി കഴുകുക, അത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വണ്ടി ഇവിടെ എടുത്തത് 0 കിലോമീറ്ററിലായിരുന്നു. അന്ന് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് സർവീസ് ചെയ്തായിരുന്നു. പിന്നെ സർവീസ് ചെയ്ത് 1,00,000 കിലോമീറ്ററിൻ്റെ ആണ് അത് നാട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ ഷോറൂമിൽ പോയ സമയത്ത് ചോദിച്ചവരെ, നിങ്ങൾ വണ്ടി സർവീസേ ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു സർവീസ് ചെയ്യാൻ നാട്ടിലുണ്ടായിരുന്നില്ല വണ്ടി എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഒരു ദിവസം സഞ്ചരിച്ച മാക്സിമം കിലോമീറ്റർ? ഒരു ദിവസം സഞ്ചരിച്ചത് 1500 കിലോമീറ്റർ. 1500 കിലോമീറ്റർ എന്ന സമയത്ത് പറയാൻ ചെറിയൊരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ ഡ്രൈവ് ചെയ്യണം ഒറ്റ സ്ട്രെച്ചിൽ. അത് അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ റോഡ് 66 എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, റോഡുണ്ട്. ഏകദേശം 4000 കിലോമീറ്റർ ഒറ്റ വരി വലിച്ച പോലത്തെ ഉള്ള ഒരു റോഡാണ്. അപ്പോൾ അവിടെയാണ്, അതായത് 3 ദിവസം കൊണ്ട് 4500 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ്റെ കാര്യം പറയുമ്പോൾ ക്രൈമിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഇപ്പം ഇന്ത്യത്തെ ഞങ്ങൾ സാധാരണ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ സ്ലം, അതുപോലെ തന്നെ കുന്ന്, മറ്റുള്ള കാട് പ്രദേശങ്ങളാണ്. അമേരിക്കത്തെ ഈ മൊത്തം ഒരു സിറ്റി ക്ലീന് അല്ല, മൊത്തം സിറ്റി ആ രീതിയിൽ എല്ലായിടത്തെ. അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് മൊത്തം സിറ്റി ഒന്നുമല്ല. അമേരിക്ക എന്നത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ചൈന കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ രാജ്യമാണ്. അതിൽ മഞ്ഞുള്ള സ്ഥലമുണ്ട്, നല്ല ചൂടുള്ള സ്ഥലമുണ്ട്, കേരളം പോലുള്ള സ്ഥലമുണ്ട്, മഴ വരുന്ന സ്ഥലമുണ്ട്, നല്ല ഐസായ സ്ഥലമുണ്ട്, എല്ലാ രീതിയിലുണ്ട്. മഞ്ഞും മലയും കാടും മേടും എല്ലാം നമ്മളെ അമേരിക്കയിലുണ്ട്. ഡെസേർട്ട് ഉണ്ട്, അതുപോലത്തെ എല്ലാ ഒരു എന്താ പറയുക സ്ഥലങ്ങളും ഉണ്ട്. എല്ലാ സ്ഥലത്തും സിറ്റി ഒന്നുമില്ല, 1-2 സ്ഥലത്ത് മാത്രമേ വലിയ സിറ്റിയുള്ളൂ. ഒന്ന് ന്യൂയോർക്ക്, പിന്നെ അതുപോലെ കാലിഫോർണിയ എന്ന് പറഞ്ഞ 1-2 സ്ഥലത്ത് സിറ്റിയുള്ളൂ വലിയതായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ ഇന്ത്യനെ പോലെ അല്ലെങ്കിൽ തന്നെ ജിയോഗ്രഫിക്കലി നോക്കി കഴിഞ്ഞാൽ ഇന്ത്യനെ പോലെ അല്ല. പക്ഷെ എന്നാലും നമുക്ക് പല സ്ഥലത്തും വരേണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യപ്പെടും. 67 രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ട് നിങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ കയ്യിലുള്ള മാറ്റം എൻ്റെ അനിയന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം വെച്ചാൽ ഞാൻ പോകുന്നത് യാത്രക്ക് മുമ്പ് പറയുന്നൊരു സിനാനല്ല, ഇതൊക്കെ ശേഷമുള്ളത്. കാരണം വെച്ചാൽ ഒരുപാട് വ്യത്യാസം എൻ്റെ എന്താ ശാരീരികമായിട്ട് ഒരു 10 കിലോ കൂടിയായാലും മാനസികമായിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവ രീതിയിൽ ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് ക്ഷമ എന്നുള്ള സാധനം എനിക്ക് കുറച്ചും കൂടി കൂട്ടിയിട്ട് മുമ്പൊക്കെ ഞാൻ ആരോടും സംസാരിക്കാത്തവനാണ്, സ്റ്റേജിന്റെ മുകളിൽ കയറാത്തവനാണ്, അത്തരം ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നവനാണ് ഞാൻ. പക്ഷെ അതിന് ശേഷം ആൾക്കാരോട് സംസാരിക്കാനും ദേഷ്യം കുറഞ്ഞു കിട്ടാനും അത്രയും ഒരുപാട് കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഈ 2 വർഷം യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വരും. നമ്മൾ ചെയ്ത കാര്യം, ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ ഓടി വരും. അപ്പോൾ അതൊക്കെ നമ്മളെ കൂൾ ഡൗൺ ചെയ്യിപ്പിക്കും. എന്താ പറയുക, നമ്മുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം സംഭവിപ്പിക്കും. അത് എൻ്റെ മേജറായിട്ട് ചേഞ്ചസ് വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ ഞാൻ സന്തോഷനാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് തുർക്കി. അപ്പോൾ തുർക്കിയിലുണ്ടായ നിങ്ങളെ അനുഭവങ്ങൾ, അവിടുത്തെ സ്പിരിച്വാലിറ്റി, സൂഫിസം, പിന്നെ അവിടുത്തെ ഒരു ജിയോഗ്രഫി, പ്രത്യേകിച്ച് ഇസ്താംബുൾ, അവിടുത്തെ ഒരു കഥ എന്താണെന്ന് ചെല്ലാൻ കഴിയുമോ? തുർക്കിയിൽ ഞാൻ ഏകദേശം 15 ദിവസം മറ്റും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. 15-25 ദിവസം ഉണ്ടായിരുന്നു. ആദ്യം 15 ദിവസം, പിന്നെ 10 ദിവസം ഉണ്ടായിരുന്നു. തുർക്കിയിൽ നമ്മള് എന്താ പറയാ, വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത്ര വലിയ മതപരമായ രാജ്യമൊന്നുമല്ല. നമുക്ക് നമ്മളെ ബ്ലൂ മസ്ജിദ് ആയിക്കോട്ടെ, അല്ല നമുക്ക് 2 പള്ളി നമുക്ക് അവിടെ വലുതായിട്ട് ഉണ്ട് എന്നല്ലാണ്ട് വലിയ ഒരു മതത്തിന് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതായത് എല്ലാവരും നമ്മളെ ഇപ്പോൾ കേരളത്തിനെ പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള പോലെ എല്ലാവരും നല്ല മതദീനിയായിട്ടുള്ള ആൾക്കാർ കുറവാണ് അവിടെ ഉള്ളത്. ഏകദേശം യൂറോപ്പ്, എസ്പെഷ്യലി ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലം യൂറോപ്പിനെ ആണ് ഏറ്റവും കൂടുതൽ അവർ പിൻപറ്റുന്നത്. അപ്പോൾ പല സ്ഥലത്തും നമുക്ക് എന്താ പറയുക, എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ എവിടെയും, യൂറോപ്പിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ എവിടെയും നമുക്ക് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് അറിയോ? ഈവൻ ചൈനയിലും നമുക്ക് ടോയ്ലറ്റ് പോയി വെള്ളം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈവൻ തുർക്കിയിലും. ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് വാഷ്റൂമിൽ സത്താഫുള്ള സ്ഥലമുണ്ട്, ഇല്ലാത്ത സ്ഥലമുണ്ട്. അപ്പോൾ കൂടുതലും അവർ യൂറോപ്യൻ കൾച്ചറാണ് എന്താ പറയുക ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ
എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണൽ ആയിരുന്നില്ല. എൻ്റെ ഒരു ദീനീപരമായ യാത്ര അല്ലായിരുന്നു എൻ്റെത്. പക്ഷെ എന്നാലും കഴിയുന്നതിൽ പരമാവധി പള്ളികളും കഴിയുന്ന പരമാവധി നമ്മൾ പറയുന്ന പോലെ നബിമാരും ഒക്കെ പറയും എല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദീനീപരമായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നിങ്ങൾ 67 രാജ്യങ്ങൾ ഇന്ത്യ അല്ലെങ്കിൽ കർണാടക ടൂറിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് പോയത്. അപ്പോൾ ഈ 67 രാജ്യങ്ങൾ യാത്ര കഴിഞ്ഞ ശേഷം ഇന്ത്യ ടൂറിസം അല്ലെങ്കിൽ കർണാടക ടൂറിസത്തിനോട് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ള കാര്യം? അത് ഒരുപാടുണ്ട്. എൻ്റെ ടൂറിസം ഡെവലപ്മെന്റിന്റെ രീതിയിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ടൂറിസം എങ്ങനെ ചെലവില്ലാണ്ട് നമുക്ക് ടൂറിസം എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഗവൺമെന്റിലോട് സബ്മിറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഉദ്ദേശം. അത് പെട്ടെന്ന് നടക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാനിവിടെ ഒരുപാട് വിസ്തരിക്കുന്നില്ല. കാരണം അതൊക്കെ ഒരു മീഡിയയിൽ, അതായത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു മീഡിയയിൽ വരണമെന്ന് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ ഈ 2 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് റിസർച്ച് ചെയ്തത്. എന്തൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ബിൽഡ് ചെയ്യാം, മറ്റുള്ള രാജ്യക്കാർക്ക് എങ്ങനെ അത് അറിയിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽരാജ്യമായ കേരളത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ എല്ലാ ആൾക്കാരും അവരുടെ സ്വന്തം സ്ഥലത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഗോഡ്സ് ഓൺ കൺട്രി എന്ന രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ പല ഇൻസ്റ്റാഗ്രാമേഴ്സോ യൂട്യൂബേഴ്സോ നമ്മുടെ നമ്മളെ സ്റ്റേറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ റീൽസും വീഡിയോ ഒക്കെ ചെയ്യും. പക്ഷേ നേരെ നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ ഏറ്റവും കുറവാണ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ നാട്ടിലുള്ള ഏതെങ്കിലും സ്ഥലം നിങ്ങൾ റീലായിട്ടോ അല്ലാതെ നിങ്ങൾ അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അത് ഫോളോ ചെയ്ത് വന്നിട്ടില്ല. അതിനെ ഫോളോ ചെയ്യിപ്പിക്കണം, അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നേച്ചർ, ഈ ലാൻഡ്സ്കേപ്പ് ബ്യൂട്ടിയിൽ ഏറ്റവും ആകർഷിച്ച സ്ഥലം ഏത്? അതിനെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മൾ ഏത് രാജ്യത്തിനെ നോക്കിക്കഴിഞ്ഞാലും ആ എല്ലാ രാജ്യത്തിന്റെ ഓരോ ഭാഗം നമ്മളെ ഇന്ത്യയിലുണ്ട്. അതിപ്പോ സ്വിറ്റ്സർലാൻഡാണ് ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പല വീഡിയോസിലോ മീഡിയാസിലോ കാണാൻ പറ്റും. പക്ഷെ സ്വിറ്റ്സർലാൻഡിനെ പോലെ തന്നെ ഉള്ള സ്ഥലം നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ട്. ഇപ്പൊ നെതർലാൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തുലിപ്പുണ്ട്. എല്ലാ വർഷവും വരുന്ന തുലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അതുപോലത്തെ സ്ഥലം നമ്മളെ ഇന്ത്യയിൽ ശ്രീനഗർ എന്നുണ്ട്. നമ്മുടെ ഇറ്റലിയിലുള്ള വിനീസ് എന്നൊരു സ്ഥലമുണ്ട്, ബാക്ക് വാട്ടേഴ്സ്. അതേപോലെ നമ്മളെ കേരളയിലുണ്ട്. നമ്മളെ കാനഡയിലുള്ള നയാഗ്ര വെള്ളച്ചാട്ടം, അത് നമ്മളെ ചിത്രകോട്ട് ഫാൾസ് രാജസ്ഥാനിലുണ്ട്. അതുപോലത്തെ ഒരുപാട് മറ്റുള്ള രാജ്യത്തിലുള്ള ഒരുപാട് സ്ഥലം നമ്മളെ ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷെ നമ്മൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളതിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല, നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മളതിനെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഫ്രാൻസ് എന്ന് പറയുന്ന സ്ഥലം. മനോഹരം എന്ന് വെച്ചാൽ ക്ലീനുള്ള സ്ഥലം ഫ്രാൻസ് ആണ്. നമ്മൾ ഏറ്റവും റോഡ് വേസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പെട്രോൾ ബങ്ക് ആയിക്കോട്ടെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് ചാൻസസ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാൻസ് പോയി എക്സ്പ്ലോർ ചെയ്യുക. പാരീസ് ആയിക്കോട്ടെ നല്ല സ്ഥലമാണ്. പക്ഷെ ഒരുപാട് കള്ളന്മാരുണ്ട് അവിടെ, അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതേപോലെ തന്നെ അമേരിക്കയിലും നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, കാനഡയിലും നല്ല നല്ല സ്ഥലമുണ്ട്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്ത്യ തന്നെ ചെയ്യും. സെക്കൻഡ്ലി ഞാൻ ചെയ്യുകയാണെന്നെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് നിങ്ങൾക്ക് പോവാം. തീർച്ചയായിട്ടും അത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഏകദേശം 2 ലക്ഷം രൂപ വരുന്ന സാധനങ്ങൾ എനിക്ക് അടിച്ചു പോയത് ജർമ്മനിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും അവർ എൻ്റെ എടുത്തുകൊണ്ട് പോയി. എൻ്റെ ഉടുക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടുന്ന് ആൾക്കാർ കട്ടുകൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ അനുഭവമുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജർമ്മനിയിൽ വെച്ചിട്ടായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. അത് യൂറോപ്പിൻ്റെ ഭാഗമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാന്ന്. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന ബാഗിലുണ്ടായിരുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഞാൻ എൻ്റെ ഏത് വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഞാൻ കറുപ്പ് ഇട്ടിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വേറെ ഡ്രസ്സ്, അതായത് സെയിം ഡ്രസ്സായിരിക്കില്ല, പക്ഷെ കളർ എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് കുറെ പോയ സാധനം ഏതെന്ന് എനിക്കിപ്പോൾ മനസ്സിൽ വരുന്നില്ല ഏതൊക്കെ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാന്ന്. അതിൽ കൂടുതലും പല ആൾക്കാരും ഗിഫ്റ്റ് എന്ന സാധനങ്ങളായിരുന്നു. അതൊക്കെ നമുക്ക് പോയി കിട്ടി. നിങ്ങൾ കൂടുതൽ ചെലവഴിച്ച കൺട്രി? കൂടുതൽ ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു. അമേരിക്കയിൽ പോയ സമയത്ത് നമ്മളെ ആൾക്കാർ വിട്ടില്ല, അവിടുന്ന് പോകാൻ വിട്ടില്ല. അതുകൊണ്ട് ഏകദേശം 3 മാസത്തോളം സമയം ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു. പിന്നല്ലേ ഇത് തോന്നിയപ്പോ കീഞ്ഞിട്ട് എന്ത് പോകാൻ കഴിയാലോ, കുറച്ച് പെർമിഷൻസ് എല്ലാം വേണ്ടി വരുന്നല്ലേ.
അപ്പോൾ ഈ ഫസ്റ്റ് ടൈം ആയിട്ട് പോകുമ്പോഴേക്കന്നെ ആവശ്യത്തിനുള്ള സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഈ ഗവൺമെന്റിനോട്, കർണാടക ഗവൺമെന്റിനോട് ആദ്യമായിട്ട് പോയിട്ട് ചോദിക്കുമ്പോൾ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായി? ഒരിക്കലും നിങ്ങൾക്ക് ആരും സപ്പോർട്ട് തരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് പറയുക, നിങ്ങൾക്ക് ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളുടെ സ്വന്തം നാട്ടുകാരായിരിക്കും ഏറ്റവും ആദ്യം നിങ്ങളെ പിന്തള്ളുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കാല് പിടിച്ച് വലിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റൂല, ഇത് നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ പുറത്തുള്ള എന്താ പറയുക ആൾക്കാരെയാണ്, പുറത്തുള്ള. അതായത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ആരില്ലാത്ത സ്ഥലത്ത്, അതായത് നിങ്ങൾ ബാംഗ്ലൂരോ അല്ലാതെ നിങ്ങൾ മുംബൈയിലോ അവിടെ പോയി പ്ലാൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഡീമോട്ടിവേഷൻ ആരും തരുമോ? നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് റൂമിലോ വീട്ടിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് തന്ന ഒരുപാട് ആൾക്കാർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ അവരെ കുറിച്ച് പറയുന്നതല്ല. അതായത് മിക്ക ആൾക്കാരും നമ്മൾ പല സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച് പോകുന്ന ആരെങ്കിലും ഉണ്ടാവും, അവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാൻ പറ്റില്ലടാ, അത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക മുമ്പ് തന്നെ ആലോചിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം വെച്ചാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് പല ആൾക്കാരും പറയും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഞാൻ പോയ ഉദ്ദേശ ഡെസ്റ്റിനേഷനേക്കാളും കൂടുതൽ ഞാൻ പോയി തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ ഞാൻ പോയിട്ട് സംസാരിച്ചു, ഞാൻ പോയി വന്നു. അപ്പോൾ ചെയ്യാൻ പറ്റാതൊന്നുമില്ല, ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സുണ്ടാവണം, അതിനുള്ള വില്ലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ചോദ്യം ആദ്യം ഒന്ന് ചോദിക്കും. സിമ്പിളാ. ഒന്ന്, ഏറ്റവും കൂടുതലായിട്ട് എക്സ്പെൻസീവ് ആയി തോന്നിയ കൺട്രി ഏത്? പിന്നെ ഒന്ന്, കഴിച്ചൽ വെച്ചിട്ട് ഏറ്റവും ഡിലീഷ്യസ് ആയ കുസീൻ ഏത്? ഞാൻ ക്യൂസീൻസ് എവിടെയും ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടി തന്നെയാണ് കൂടുതലും ഉറങ്ങാറും, വണ്ടി തന്നെ എൻ്റെ കലാപരിപാടികളും. അപ്പോൾ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും എന്നുള്ള പേടി കൊണ്ട്, എന്നുള്ള ഭയം കൊണ്ട് ഞാൻ എവിടെയും ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡാണ്. അവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ജാഗ എന്തെങ്കിലും പണയം വെച്ചിട്ടേ പോകേണ്ടി വരും, അത്രയും എക്സ്പെൻസ് ആണ്. ഒരു ചായക്ക് തന്നെ 2000 രൂപയെല്ലാം കൊടുക്കേണ്ടി വരും ചില സമയത്ത്. നിങ്ങൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൂടെ സഞ്ചരിച്ചെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ഈ യുദ്ധത്തിന്റെ ടൈമിൽ നിങ്ങളെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്? മിഡിൽ ഈസ്റ്റിൽ എവിടെയും യുദ്ധം ഉണ്ടായിരുന്നില്ല ഞാൻ പോകുന്ന സമയത്ത്. ഇത് ഉണ്ടായിരുന്നത് നമ്മളെ സിറിയ പിന്നെ ആ ഭാഗത്തായിരുന്നു. അത്തരം സൈഡ് ഞാൻ പോയില്ല. അതാ പറഞ്ഞ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്തതിന്റെ കാരണം കൂടി അത് തന്നെയാണ്. നമുക്ക് ജീവൻ ഭീഷണി ഉള്ളത് കൊണ്ടും നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് പല രാജ്യങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ട്. അതിൽ പെട്ട സ്ഥലമാണ് സിറിയ, ജോർദാൻ, അത്തരം ആഫ്രിക്കൻ രാജ്യങ്ങൾ. നിങ്ങളെ 67ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ച്, അപ്പോൾ നിങ്ങൾക്ക് ലിംഗ്വേട്ടായിട്ട് ഭാഷപരമായിട്ട് എന്തൊക്കെ നോളജ് കിട്ടി? ഭാഷ മിക്ക രാജ്യത്തും നമുക്ക് ഇംഗ്ലീഷ് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അത് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് അറിയുന്നതുകൊണ്ട് പിന്നെ കുറച്ച് കൈഭാഷയൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. പിന്നെ കൂടുതലും ഞാൻ ഭാഷ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. കൂടുതലും ഞാൻ എൻ്റെ ഭക്ഷണം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്, കിടക്കുന്നത് എൻ്റെ സ്വന്തം വണ്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മൾക്ക് പച്ചക്കറിയോ അല്ലെന്നുണ്ടെങ്കിൽ അരി സാധനങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യം വരും. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഭാഷ പിന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് കൂടുതലും വന്നിട്ടില്ല. നിങ്ങൾക്ക് യാത്രയിൽ നഷ്ടമാണ് ഉണ്ടായത്, ലാഭമാണ് ഉണ്ടായത്? ഏത് രീതിയിൽ? സാമ്പത്തിക രീതിയിൽ. ഇത് നഷ്ടത്തിൽ കൊടുക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഒരാൾക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിച്ചു, അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റൂല. ഇത് ഏത് രീതി നോക്കി കഴിഞ്ഞാലും എനിക്ക് ലാഭം തന്നെയാണ്. ഇപ്പൊ പൈസ ഫൈനാൻഷ്യൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫൈനാൻസിന് വേണ്ടി പോയ യാത്രയല്ല. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടൂല. പക്ഷെ ഇൻ ജനറൽ ഇൻ എക്സ്പീരിയൻസ് വഴി നോക്കിക്കഴിഞ്ഞാൽ ലാഭം തന്നെയാണ്. എനിക്ക് വളരെ കുറച്ച് ലാഭം. നിങ്ങൾ എന്തുകൊണ്ട് ഈ യാത്ര ഒറ്റക്ക് പോയ? അത് നല്ല ചോദ്യമാണ്. കാരണം ഒറ്റക്ക് പോകേണ്ട, എപ്പോഴും നിങ്ങളൊരു വലിയൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ഒറ്റക്ക് തന്നെ പോവുക. കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ പോകാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ളൊരു എന്താ പറയുക മനസ്സുണ്ടാവില്ല. പക്ഷെ നമ്മൾ മറ്റുള്ള ആൾക്കാർ, അതായത് കൂടെ നിന്നുള്ള ആൾക്കാർക്ക് പല മൂഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമുക്ക് ഒരിക്കലും ഒത്തുപോകത്തില്ല നമ്മളെ ഒരു എന്താ പറയുക മറ്റുള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എവിടെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലോക്കലായിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സായിട്ട് പോകാമെന്നല്ലാണ്ടെങ്കിൽ ഇത്രയും വലിയ ലോങ് യാത്ര പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് പോയിട്ട് വന്നത്. നിങ്ങൾ സ്കോർപിയോ
യൂസ് ആക്കാൻ കാരണം എന്ത്? സ്കോർപിയോ നമ്മളെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഇന്ത്യൻ മെഷീനറീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യൻ വണ്ടി ചൂസ് ചെയ്തതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള മറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യൻ മെഷീൻസിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ത്യൻ സ്കോർപിയോ എടുത്തത്. അത് മാത്രമല്ല അത് 4x4 വണ്ടിയും കൂടിയാണ്. അതും ഒരു കാരണം തന്നെയാണ്. ഇപ്പൊ ഞമ്മ റീൽസിലോ ഒക്കെ കാണുന്ന പോലെ കുറെ സിറ്റികളൊക്കെ ഉണ്ടോ, കുറെ വലിയ വലിയ സ്കൈ സ്ക്രാപ്പേഴ്സും പിന്നെ കുറെ ലക്സൂറിയസ് ലൈഫായിട്ട് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ സിറ്റികളിലും അതിന്റെ ബാക്ക് സൈഡ് ഉണ്ടാവും ഒരു പൂവർട്ടിയിൽ ആൾക്കാർ ജീവിക്കുന്നത്, എന്തും ഇല്ലാത്ത ഒരു നേരെ വീട് പോലും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ കുറെ സ്ഥലത്ത് പോയിട്ടില്ല, അപ്പൊ അവിടെ ഇങ്ങനെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും എന്താ പറയുക, എല്ലാവരും റിച്ച് തന്നെയല്ല. പല രാജ്യത്തും പോവർട്ടിയുള്ള സ്ഥലമുണ്ട്, സ്ലമ്മുള്ള ഏരിയ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ പോയിട്ടുമുണ്ട്. അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ജീവിതശൈലി, അവരുടെ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, അവരുടെ സ്കൂളിൽ പോകുന്നതായിക്കോട്ടെ, അവരുടെ മക്കളായിക്കോട്ടെ, അവരുടെ പാഠങ്ങളായിക്കോട്ടെ, അവരുടെ കൃഷി ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങൾ സിനാനാണ്, യുണൈറ്റഡ് വാണ്ടർ. അപ്പോൾ ആ യുണൈറ്റഡ് വാണ്ടർ എന്ന പേര് വെച്ചതിന് കാരണം, പിന്നെ അതിനു മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടത് യാത്രക്ക് മുമ്പ്? ഞാനൊരു ആർക്കിടെക്റ്റാണ് ബൈ പ്രൊഫഷൻ. ഞാൻ പല രാജ്യത്തും ഇങ്ങനെ മുമ്പ് പോയിട്ടുണ്ട്. മുമ്പ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും എൻ്റെ ബിസിനസിന്റെ ഭാഗമായിട്ടും പോയിട്ടുണ്ട്. ഇപ്പൊ യുണൈറ്റഡ് എന്ന് പറയുന്നത് ഒത്തൊരുമയാണ് അതിന്റെ മീനിങ്. പിന്നെ വാണ്ടർ പോകാനുള്ള ഒരു കറങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഒത്തൊരുമ കൊണ്ട് കറങ്ങിക്കൊള്ളുക എന്നുള്ള ഒരു ഉദ്ദേശം വന്നിട്ടാണ് യുണൈറ്റഡ് വാണ്ടർ എന്ന് പേര് വെച്ചത്. അപ്പോൾ നമ്മൾ ചോദ്യോത്തരം നിർത്താൻ അല്ലേ? കഴിഞ്ഞോ? എല്ലാവരും ചോദ്യം കഴിഞ്ഞോ? ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചോ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാടുകളാണ് ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. അപ്പോൾ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലാവുന്നുണ്ട്. മാത്രമല്ല ഇസ്ലാമിക് കൾച്ചറുള്ളവരെ സമ്പന്നമായ കൺട്രീസ് കൂടിയാണ് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞു ഈ ആർക്കിടെക്ചറിൽ ഭയങ്കര താല്പര്യമുള്ള ആളും കൂടിയാണ്. അപ്പോൾ ആർക്കിടെക്ചറിലും വളരെ സമ്പന്നമായൊരു കൺട്രിയാണ് ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. അപ്പോൾ അവിടുത്തെ ഒരു ഇസ്ലാമിക കാലത്തുണ്ടായ കൾച്ചറും പിന്നീട് സോവിയറ്റ് യൂണിയന് ശേഷം ഉണ്ടായ കൾച്ചർ എങ്ങനെയാണ്, പിന്നെ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് എങ്ങനെയാണ്? ഞാൻ ഈ ആർക്കിടെക്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡ് മടുത്തിട്ടാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ ഒരിക്കലും ഞാൻ അവിടുത്തെ ആർക്കിടെക്ചർ ബ്യൂട്ടീനെ ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഏൻഷ്യൻ്റ് ആർക്കിടെക്ചർ അല്ല, എൻ്റെ ഫീൽഡായിരുന്നു മോഡേൺ ആർക്കിടെക്ചർ, മോഡേൺ ഡിസൈനിങ്, മോഡേൺ കൺസ്ട്രക്ഷൻ ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു ഫീൽഡ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അതിനെ അവിടെ നിന്നിട്ട് ആസ്വദിച്ചതല്ലാണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക മഹത്വം ഞാൻ എവിടെയും വിളിച്ചു പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ അതിനൊന്നും ഞാൻ തുനി നിന്നിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വലിയതായിട്ടുള്ള ധാരണ ഒന്നും എനിക്ക് ഇല്ല. ഇത് മുന്നോട്ടുള്ള ജനങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബുക്ക് എഴുതി കൂടെ? പിന്നെ രണ്ടാമതായിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ കാറിലൂടെ ഡ്രൈവിംഗ് മാത്രമാണോ അല്ലെങ്കിൽ ഷിപ്പ് അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങൾ യൂസ് ആക്കേണ്ട ഒരവസ്ഥയുണ്ടോ? ബുക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ എഴുതാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ വരുന്ന ജനറേഷന് ഇൻഫ്ലുവൻസ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് എൻ്റെ ഒരു യാത്ര അവർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ഞാനതിന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായി കഴിഞ്ഞതിന് ശേഷം അതിനെ പ്രസിദ്ധീകരിക്കേണ്ട മീഡിയയിലൊക്കെ പ്രസിദ്ധീകരിക്കും. പിന്നെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് ചോദിച്ചു, അത് പറഞ്ഞില്ല. ഇത് അതായത് റഷ്യൻ കൾച്ചറും പിന്നെ ഈ ഇസ്ലാമിക് കൾച്ചറും രണ്ട് മിക്സ് ആയ സ്ഥലമാണല്ലോ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. ഇപ്പോഴത്തെ അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, ആളുകളുടെ അവസ്ഥ, അവിടെ പെരുമാറ്റം? റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ പോയിട്ടില്ല. ഒന്നാമത്തത് എൻ്റെ റൂട്ട് അത് അല്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ പറ്റി എനിക്ക് വലുതായിട്ട് പറയാനില്ല. പക്ഷേ നമ്മളെ മിഡിൽ ഈസ്റ്റേൺ കൺട്രിയിൽ ഇസ്ലാമിക കൂടുതലും എന്താ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്താ പറയുക, എവിടെ പോയി കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഏഷ്യ എന്നല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ മിക്കതും ഇസ്ലാമിനെ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എക്സെപ്റ്റ് റഷ്യ ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മിക്കതിൽ എല്ലാ രാജ്യങ്ങളും നല്ലോണം ദീനും കാര്യങ്ങൾക്കുള്ള സ്ഥലം തന്നെയാണ്.
അപ്പോൾ എന്തായാലും എൻ്റെ മുന്നിൽ നിന്നിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ഒരൊറ്റ കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക് വർക്ക് ആദ്യം ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് ആദ്യം തന്നെ വരിക. ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിന് തുനിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, ഈ പല ആൾക്കാരും പറയുന്നത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. പൈസ ഇല്ലാണ്ടും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പണമായിരിക്കരുത് നിങ്ങളുടെ ആദ്യത്തെ മോട്ടോ, പൈസ ആയിരിക്കരുത് നിങ്ങളുടെ ആദ്യത്തെ ചിന്താഗതി. നിങ്ങളെ ഐഡിയാസ്, നിങ്ങളെ ഉദ്ദേശം, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യം ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വരുന്ന ചെറിയ പിള്ളേർക്ക് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ നിങ്ങൾ വലുതാവാനുണ്ട്, നിങ്ങളെ ഐഡിയോളജി ചേഞ്ച് ആവാനുണ്ട്, നിങ്ങളെ ചിന്താഗതി ചേഞ്ച് ആവാനുണ്ട്, നിങ്ങൾക്ക് സമയം ഒരുപാടുണ്ട്. പക്ഷേ ഡിഗ്രി പാസ്സാകുന്ന അല്ലെങ്കിൽ അടുത്ത PGക്ക് പോകുന്ന ആൾക്കാരടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ദയവേത് ആരോടും പറയരുത്. പറയാണ്ട് നിൽക്കുക, അതിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക, അതിന് വേണ്ട പ്രോഗ്രാംസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എന്തായി തീരണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് ഒരിക്കലും നേടാണ്ടിരിക്കാൻ പറ്റൂല. കാരണം ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. പല കാര്യങ്ങളും പറയേണ്ടാത്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക കേട്ടാൽ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഞാൻ 9ാം ക്ലാസ്സിൽ ഫെയിലായവനാണ്. തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചത്. 9ാം ക്ലാസ്സിൽ 2 വർഷം ഇരുന്നവനാണ്. ഇവൻ എവിടെയും എത്തൂല, ഇവനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്ന പല ആൾക്കാരും എൻ്റെ മുന്നിൽ ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിങ്ങളെ മറ്റുള്ള ആൾക്കാർ പറയുന്നേക്കാളും മുമ്പ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കേ അത് പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ തടുക്കാൻ മറ്റുള്ള ആരും വരില്ല എന്നുള്ളതാണ് എൻ്റെ മോട്ടിവേഷൻ, അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അവസരം തന്ന നമ്മളെ NLF ഭാരവാഹികൾക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. വളരെ നല്ല മോട്ടീവായിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ടു. എല്ലാവരും നല്ലോണം ഇൻസ്പയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമുക്കിത് വലിയൊരു മോട്ടീവാണ്. 67 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് ഇവിടെ വന്നെത്തുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് സ്വപ്നങ്ങളാണ് നിങ്ങൾ മുമ്പിൽ തരുന്നുള്ളത്, ഒരുപാട് പ്രതീക്ഷയും. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരുപാട് നല്ല മനോഹരമായൊരു സെഷൻ, ചോദ്യോത്തരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ കന്നഡയിൽ നിങ്ങൾ നല്ല സ്മാർട്ടാണ്, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കന്നഡ സംസാരിക്കുന്നുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ കുറച്ച് വാക്കുകൾ കൂടി കന്നഡയിൽ കൂടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതൊരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, വീട്ടിൽ സംസാരിക്കുന്നത് മലയാളം എന്നാണ്. പിന്നെ നാട്ടിൽ പോയി പുറത്തിറങ്ങി കഴിഞ്ഞാൽ സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. അപ്പോൾ കന്നഡ എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി ഈ യാത്ര തുടങ്ങിയതിന് ശേഷമാണ് പിന്നെയും പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ കന്നഡത്തിൽ സംസാരിച്ച് തുടങ്ങാത്തത്. ഈവൻ മലയാളം പോലും നമ്മളെ മലയാളി ഇതല്ലല്ലോ, നമ്മൾ പിന്നെ ഇവിടുത്തെ ലോക്കൽ ആയതുകൊണ്ട് അങ്ങനെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ നമ്മളെ ഒരു ಮಲಯಾಳ ಆಯಾലും നമ്മളെ ಕನ್ನಡ ಆಯಾലും ಒರಿಕലും എന്താ പറയുക ಫ್ಲೂಯೆಂಟ್ ಅಲ್ಲ. ಆದ್ರೂ ಕನ್ನಡದಲ್ಲಿ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾನೆ ಅಂತ ಎಲ್ಲರೂ ಹೇಳ್ತಾ ಇದ್ದೀರಾ. ಅದು ನನ್ನ ವಿಡಿಯೋದಲ್ಲಿ ನೀವು ನೋಡ್ತಾ ಇರ್ತೀರಾ ಎಲ್ಲ ಯಾವತ್ತು. ಅದಕ್ಕೋಸ್ಕರ ಮಲಯಾಳಂ ಚಾನಲ್ ಕೂಡ ಇದೆ, ನನಗೆ ಕನ್ನಡ ಚಾನಲ್ ಕೂಡ ಇದೆ, ನೀವು ನೋಡ್ಬೋದು. പിന്നെ അപ്പോൾ NLFന് ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും സംസാരിക്കാനുള്ളൊരു അവസരം തന്നതിലും നിങ്ങളൊരു ചോദ്യോത്തര സെഷൻ ആയതുകൊണ്ട് അത് ഒരുപാട് എൻജോയ് കൂടി ഞാൻ ചെയ്തു. അപ്പോൾ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതേപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടത്തട്ടെ. അന്നും നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയൊരു സെഷനൊക്കെ ഉണ്ടാക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയോടെ എല്ലാവരും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും പിന്നെ വളരെ മനോഹരമായ രീതിയിൽ നമുക്കിവിടെ ഉത്തരങ്ങൾ നൽകി. തൻ്റെതായ അനുഭവങ്ങൾ വളരെ വ്യക്തവും വളരെ നമുക്കൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കണമെന്നുള്ള വളരെ പിന്നെ താല്പര്യവും നമ്മുടെ മനസ്സിലുണ്ടാക്കി തന്ന് ഈ ഒരു സെഷനെ വളരെ വിജയകരമാക്കി മാറ്റിയ നമ്മുടെ യുണൈറ്റഡ് വണ്ടർ, നമ്മുടെ പ്രിയങ്കരനായ സിനാൻ, എല്ലാവിധ NLFന്റെ നന്ദികൾ രേഖപ്പെടുത്തുന്നു. വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്.